ഹലോ എവ്രി വൺ. PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ 4, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ, ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകളുടെ വിജ്ഞാപനം PSC പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളോടെയാണ് ബോത്ത് സിലബസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എക്സാം ചില മാറ്റങ്ങളോടെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഈ മാറ്റങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ കരുതിയത് ഈ 3 പോസ്റ്റിലേക്കും കൂടി ഒരു കോമൺ എക്സാം ആണ് നടക്കാനിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ വ്യത്യാസം അത് തന്നെയാണ്, ഒരു കോമൺ എക്സാം അല്ല നടക്കാനിരിക്കുന്നത്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ 4 എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാനിരിക്കുന്നത്. ബാക്കിയുള്ള 2 പോസ്റ്റുകളിലേക്ക്, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ അതുപോലെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകളിലേക്കാണ് കോമൺ എക്സാം നടക്കാനായിട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ 4 ഒരു സെപ്പറേറ്റ് എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അപ്പോ ആദ്യം തന്നെ കാറ്റഗറി നമ്പർ നമുക്കറിയാവുന്ന പോലെ 539/2025 ആണ്. കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ആകെ 9822 ആപ്ലിക്കൻസ് ആണ് ഉള്ളത്. എക്സാം ഡേറ്റ് 15/7/2026 ഓക്കെ, അപ്പൊ എക്സാം 15/7/2026 ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി വളരെ വളരെ ശ്രദ്ധിക്കുക, 11/5/2026 നിങ്ങൾക്ക് 2026 മെയ് 11 വരെ ഈ ഒരു പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവസാനത്തെ ഡേറ്റുകളിലേക്ക് ആരും കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി സിലബസിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ബിടെക് മെക്കാനിക്കൽകാർക്കും നിങ്ങൾക്ക് മെക്കാനിക്കലിൽ ഡിപ്ലോമ ഉള്ളവർക്കും അവർക്ക് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡിപ്ലോമ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ ഒരു എക്സാമിന് വരുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു സിലബസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആ സിലബസ് ഒന്ന് പരിശോധിക്കാം. സിലബസ് എന്ന് പറയുമ്പോൾ ആകെ 10 മൊഡ്യൂളുകളാണ് നൽകിയിട്ടുള്ളത്. ഓരോ മൊഡ്യൂൾസിനും 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അങ്ങനെ ആകെ 10x10 100 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. മൊഡ്യൂൾ 2 ഹൈഡ്രോളിക് മെഷീൻസ്. മൊഡ്യൂൾ 3 തെർമോഡൈനാമിക്സ് ആണ്. നാലാമത്തെ മൊഡ്യൂൾ തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. ആറാമത്തെ മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. മൊഡ്യൂൾ 7 മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. മൊഡ്യൂൾ 8 എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ. മൊഡ്യൂൾ 9 IC എഞ്ചിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്. മൊഡ്യൂൾ 10 ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ. ഇങ്ങനെ 10 മൊഡ്യൂളുകളിൽ നിന്ന് 10 മാർക്കിന്റെ വീതമുള്ള ചോദ്യങ്ങൾ, അങ്ങനെ 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കാനിരിക്കുന്നത്. അപ്പോൾ സിലബസിൽ വന്നിട്ടുള്ള മാറ്റവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. കാറ്റഗറി നമ്പർ പരിശോധിക്കുകയാണെങ്കിൽ 541/2025 ആണ്. 10,193 ആപ്ലിക്കൻസ് ആണുള്ളത്. എക്സാം ഡേറ്റ് 22/7/2026 എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി 11/5/2026 അതിന് മാറ്റമില്ല. അപ്പൊ അടുത്ത 2 പോസ്റ്റുകൾക്ക്, അടുത്ത ഇനി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആ ഒരു പോസ്റ്റിനും എക്സാം തീയതിയും കൺഫർമേഷൻ ഡേറ്റും സെയിം തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷനും മാറ്റമൊന്നുമില്ല. കാരണം അടുത്ത പോസ്റ്റില്, അതായത് നമുക്ക് പറയാനുള്ള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഇതിന് 2 പരീക്ഷയ്ക്കും കൂടി, ഇറിഗേഷനും അതുപോലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഈ 2 എക്സാമിനും ഒരു കോമൺ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 697/2025 ആണ്. ഓക്കെ, 5,979 ആപ്ലിക്കൻസ് ആണുള്ളത്. എക്സാം ഡേറ്റ് 22/7/2026 കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി 11/5/2026 അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാനുള്ളത്. ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പൂർണ്ണമായിട്ടും ഈ പരീക്ഷകൾക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ സിലബസിൽ ആകെ 8 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 4 മൊഡ്യൂൾസിന് 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ആ മൊഡ്യൂൾസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്,
ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്നിവയാണ്. അതിനുശേഷം 14 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള 2 മൊഡ്യൂളുകളാണ്. അത് തെർമൽ എഞ്ചിനീയറിംഗും തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ് ആ 2 മൊഡ്യൂൾ. 7ാമത്തെയും 8ാമത്തെയും മൊഡ്യൂൾസിന് വീണ്ടും 12 മാർക്കിന്റെ വെയിറ്റേജ്. അത് പ്രൊഡക്ഷൻ ടെക്നോളജി, അതുപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നീ മൊഡ്യൂൾസ് ആണ്. അങ്ങനെ 8 മൊഡ്യൂളുകളിൽ നിന്നും 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കാനായിട്ട് ഇരിക്കുന്നത്. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷകൾക്ക്, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്സ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ, ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ TechPSCയുടെ കോംബോ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ 3 പോസ്റ്റിലേക്കും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, മുൻ വർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള അതിവിദഗ്ധരായ പരിചയസമ്പന്നരായ അധ്യാപകരാണ് ഈ വർഷവും ക്ലാസ്സുകൾ നയിക്കുന്നത്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും TechPSC ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. അപ്പോൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും അവസരം ഉണ്ടായിരിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ എക്സാമുകൾ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് TechPSC ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാകും. അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിശദ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.